പാഠം 984 അനുസരണയുടെ പാഠങ്ങൾ. മോഹനേട്ടാ, പത്രത്തിൽ എന്തുണ്ട് വിശേഷം? പത്രത്തിൽ വിശേഷങ്ങളല്ലല്ലോ, വാർത്തകളല്ലേ, പിന്നെ കുറെ പരസ്യങ്ങളും. രാവിലെ തമാശിച്ചതായിരിക്കും. കഴിക്കാൻ എന്താ വേണ്ടത്? മനസ്സിലായില്ല. മോഹനേട്ടന് രാവിലെ കഴിക്കാൻ എന്താണ് ഉണ്ടാക്കേണ്ടത് എന്ന്. സാധാരണ നീ എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടല്ലല്ലോ ഓരോന്നുണ്ടാക്കുന്നത്. അങ്ങനെയല്ല. എനിക്കിഷ്ടമുള്ള എന്തോ നീ ഉണ്ടാക്കുന്നു, അതെന്തോ ഞാൻ കഴിക്കുന്നു, അങ്ങനെയല്ലേ? ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇന്നു മുതലാക്ക് മാറിയല്ലോ. അതെന്തുപറ്റി? മോഹനേട്ടൻ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. മോഹനേട്ടൻ ഏത് ഷർട്ട് ഇട്ടോണ്ട് പോന്നെ? അത് പറഞ്ഞ ഞാൻ തേച്ചു വയ്ക്കാം. ഷർട്ട് തീരുമാനിക്കുള്ളത് ഞാനല്ലല്ലോ. ഇന്ന് മുതൽ അങ്ങനെയാണ്. മോഹനേട്ടൻ പറയുന്ന ഷർട്ട്, അതാണല്ലോ അതിനൊരു ശരി. ഭർത്താവ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ഭാര്യമാര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ധിക്കാരികളായ ഭാര്യമാർ അതിന്റെ ദോഷവും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രം. ഇതല്ലേ ഞാൻ പറഞ്ഞല്ലേ? കഴിക്കാൻ എന്ത് വേണ്ടെന്ന് പറ. നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ഷർട്ട് വെക്കുന്നതോ? അത് നിന്റെ ഇഷ്ടം പോലെ. എന്റെ ഇഷ്ടം പോലെ ചെയ്തിട്ട് ഇനി വല്ല അപകടവും പറ്റുമോ എന്തോ. ഒന്നും പറയണ്ട എന്റെ വിദ്യേ. ഇന്നലെ പൈസ കൊണ്ടുതരാന്ന് പറഞ്ഞാണ് പ്രകാശൻ. ഇപ്പൊ ഇതാ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എനിക്കാണ് പൈസ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നോ. അതെ അതെ. ഇനിമേല് പ്രകാശനൊരു ആവശ്യം പറഞ്ഞു വരട്ടെ, ശരിയാക്കി കൊടുക്കാൻ ഞാൻ. അതെ, നീ പ്രകാശിനെ കാണുവാണെങ്കിൽ ഒന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കണേ. ശരി. ആരോ കാശ് തരാതെ പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞു എന്ന് തോന്നുന്നല്ലോ. ഒന്ന് പറയണ്ട എന്റെ മോനേട്ടാ. സത്യപാലൻ ഓഫീസിലെ ആ ക്ലർക്ക് പ്രകാശനാണ്. അത്യാവശ്യമായിട്ട് 2000 രൂപ വേണമെന്ന് പറഞ്ഞ് കാല് പിടിച്ചപ്പോ ഞാൻ എടുത്തങ്ങ് കൊടുത്തു. പിറ്റേ ദിവസം തരാന്ന് പറഞ്ഞതാണ്. ഇപ്പൊ ഇത് ആഴ്ച 1 ആയി, ഫോൺ വിളിച്ചിട്ടെടുക്കുന്നില്ല. കൊള്ളാം. ഞാൻ അറിയാതെ വേറൊരാൾക്ക് പൈസ കൊടുത്തതിന്റെ ശിക്ഷയാണ് നീ ഇപ്പൊ അനുഭവിക്കുന്നത്. എന്നെ വിളിച്ചൊന്നും ചെയ്യരുതേ എന്ന് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രാവശ്യം പൈസ ചോദിച്ചപ്പോ മോഹനേട്ടൻ എന്റെ അടുത്തുണ്ടായിരുന്നല്ലോ, പിന്നെ ഞാൻ എങ്ങനെ ചോദിക്കും? ഫോൺ വിളിച്ച് ചോദിക്കണമായിരുന്നു. ഈ പ്രകാശനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. കാശ് വാങ്ങിക്കൊണ്ടുപോയാൽ സമയത്ത് തിരിച്ചു തരാത്ത ഒരു പറ്റിപ്പുകാരനാണ് ഈ പ്രകാശനെന്ന് എനിക്കറിയാമല്ലോ. അപ്പൊ ഞാൻ അത് പറഞ്ഞു തരുമല്ലോ. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. ഒരുപാട് ലോകവിവരവും ജീവിത അനുഭവമുള്ള ഒരാൾ. അതുപോലെ കെമിസ്ട്രിയിൽ 1ാം ക്ലാസ് ബിരുദമെടുത്ത മിടുക്കനായ ഭർത്താവ്. അങ്ങനെ ഒരു ഭർത്താവ് ഉണ്ടായിട്ടും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോ നീ എന്നോട് ചോദിക്കുന്നില്ല. അവനെങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റും? ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഭാര്യമാർ മാത്രമേ ലോക ചരിത്രത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ധിക്കാരികളായ ഭാര്യമാർ അതിന്റെ ദോഷം അനുഭവിക്കും എന്നുള്ളതാണ് ചരിത്രം. നീ ഇപ്പൊ ഈ അനുഭവിക്കുന്നത് പോലെ. നോക്ക്, ഇനിയെങ്കിലും ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോ എന്നോട് ചോദിക്കാൻ പഠിക്കും. എന്ത് വിഷയമാണെങ്കിലും ഞാൻ നിനക്ക് പറഞ്ഞു തരും എന്താണ് വേണ്ടത് എന്ന്. എന്റെ വാക്കുകൾ അക്ഷരം പ്രതി അതുപോലെ അനുസരിച്ച് ജീവിച്ചാൽ നീ രക്ഷപ്പെടും. അതങ്ങ് പിടിച്ചു കാണില്ല, അതുകൊണ്ട് കളിയൊക്കെ ഇറങ്ങിയിരിക്കുക. ഒരു കാര്യം പറഞ്ഞു തരുമ്പോ അത് മനസ്സിലാക്കി ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ആ പറഞ്ഞതിന്റെ പേരില് പറഞ്ഞു തന്ന ആളെ കളിയാക്കുകയല്ല വേണ്ടത്. എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ നിന്നോട് ഞാൻ പറഞ്ഞു, എന്റെ അഭിപ്രായങ്ങൾ ചോദിച്ച് അതിനനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുമെന്ന്. പക്ഷെ നീ ഇപ്പൊ അതും പറഞ്ഞെന്നെ കളിയാക്കാൻ പോകുന്നത് എവിടത്തെ മര്യാദയാണ്? ഞാൻ മോഹനേട്ടനെ കളിയാക്കിയില്ലല്ലോ. ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യല്ലേ. ആ കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഏത് കാര്യത്തിലാ മോഹനേട്ടൻ ഞാൻ അഭിപ്രായം ചോദിക്കാം? ഇന്ന് ചൊവ്വാഴ്ച ദിവസം ഇഡ്ഡലി കഴിക്കുന്നതാണോ ദോശ കഴിക്കുന്നതാണോ നല്ലത് എന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ.
അതുകൊണ്ടല്ലേ ഞാൻ മോഹനേട്ടനോട് ചോദിച്ചത്, അത്രയേ ഉള്ളൂ. നീ ഇങ്ങനെ വായി തോന്നിയൊക്കെ പറയുന്നത് കൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ തന്നെ മാറ്റി പറയുമെന്ന് നീ കരുതരുത്. നീ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് ചെയ്ത സകല കാര്യങ്ങളും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അത് നീ മറക്കണ്ട. മോഹനേട്ടാ, ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോഴേ തക്കാളിയാണോ വെണ്ടയ്ക്കാണോ കൂടുതലായിട്ട് ചേർക്കേണ്ടത്? അല്ല, ഈ സാമ്പാർ എന്ന് പറയുന്നത് മോഹനേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണല്ലോ. അപ്പോ അതിന്റെ വിവിധ വശങ്ങളും മോഹനേട്ടൻ പഠിച്ചിട്ടുണ്ടാവുന്നുള്ള ഒരു ഉറപ്പല്ലേ? പറ. അയ്യോ, സോറി. സാമ്പാർക്ക് അത്ര വലിയ പ്രധാനപ്പെട്ട കാര്യമാണോ അല്ലേ? ഭക്ഷണം കഴിക്കുക, തുണി അലക്കുക, തേക്കുക എന്ന് പറയുന്നതൊന്നും ജീവിതത്തിൽ ഒരു പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ. പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത് ഗ്വാട്ടിമാലയുടെ തലസ്ഥാനം ഏതാണ്, ഉസ്ബെക്കിസ്ഥാന്റെ പ്രധാനമന്ത്രി ആരാണ്, പെട്രോളിന്റെ രാസനാമം ഏതാണ്, ദസ്തയേവ്സ്കി എത്ര നോവൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണല്ലോ അല്ലേ? ഞാൻ മറന്നുപോയി. ഫോൺ എടുക്കുന്നു മോനേട്ടാ. ഹലോ, അതെ, ഉണ്ട്, കൊടുക്കാം. ഹാമേ, ഇപ്പോൾ വരും. ആരാ മോനേട്ടാ? ചോദിച്ചിട്ടില്ല. ഹലോ, ആ ഗിരിജയായിരുന്നോ? എന്താ ഗിരിജ രാവിലെ? അതെയോ? ഓ, എന്നിട്ട് ഗിരിജ അച്ഛനോട് പറയാതിരുന്ന എന്താ? അത് ശരി. ആ, സംഗതി ശരിയാ, കേസ് കൊടുക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്യ്, ഒരു 10 മണിയാകുമ്പോഴേക്കും ഗിരിജ വക്കീൽ ഓഫീസിലേക്ക് വന്നാൽ മതി. നമുക്ക് സംസാരിക്കാം. ശരി. ഒന്നിങ്ങ വന്നേ. സപ്ലൈ ഓഫീസിൽ ജോലിയുള്ള ഗിരിജയെ മോഹനേട്ടൻ അറിഞ്ഞൂടെ? മൃഗ ഡോക്ടർ നാരായണൻകുട്ടിയുടെ ഭാര്യ. അവരായിരുന്നു വിളിച്ചതേ. ആ, അത് പറഞ്ഞപ്പോഴാ മോഹനേട്ടാ എനിക്കൊരു സംശയം. സർക്കാർ ഉദ്യോഗസ്ഥനായ ഭർത്താവിനെതിരെ ഭാര്യ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തു എന്നിരിക്കട്ടെ. ഭാര്യയ്ക്ക് വേണ്ടി ഒരു നല്ല വക്കീല് ഹാജരാവുകയും ഭാര്യ ജയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭർത്താവ് അകത്താവും. അങ്ങനെ അകത്തു പോയിട്ടുണ്ടെങ്കിൽ കക്ഷിയുടെ ജോലി പോവില്ലേ? ഗിരിജയുടെയും നാരായണൻകുട്ടി ഡോക്ടറുടെയും കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടുള്ളൂ. പക്ഷെ അയാളുടെ അഹങ്കാര ഉപദ്രവം സഹിക്കാൻ പറ്റില്ല എന്നാണ് ഗിരിജ പറയുന്നത്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുറ്റം ഗിരിജയ്ക്കാന്നേ. അവൾ എന്തു പറഞ്ഞാലും അയാൾ വകവെച്ചു കൊടുക്കൂല. ലോകത്തിലെ സകല കാര്യങ്ങളും അയാൾക്കറിയാന്നാണല്ലോ അയാളുടെ ഭാവം. ഉപദ്രവം സഹിക്കാതെ വന്നപ്പോ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കാനാ ഗിരിജയുടെ തീരുമാനം. നാരായണൻകുട്ടി ഡോക്ടർ അഴിയുണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ? 498 IPC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാ മോഹനയുടെ കരുതിയിരിക്കുന്നത്? അതിനു മുന്നേ ഞാൻ ചോദിച്ചതിന് ഒരു മറുപടി പറ മോനേട്ടാ. ഈ ഗാർഹിക പീഡനത്തിന്റെ പേരിൽ അകത്തായി പോകുന്ന ആണുങ്ങളുടെ ജോലി പോവോ? എനിക്കറിയാം, പക്ഷേ എന്റെ അറിവൊക്കെ എത്രയോ ചെറുതാ മോനേട്ടാ. ഇനി മോഹനേട്ടനോട് ഉപദേശം ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിന്റെ പേരില് ഒരു കുഴപ്പത്തിൽ ഞാൻ ചാടാൻ പാടില്ലല്ലോ. ഈ കാര്യത്തിൽ മോഹനേട്ടനെ ഉപദേശിച്ചേ പറ്റുള്ളൂ. ഉപദേശിക്ക്. ഉത്തമ വിളിക്കുന്നുണ്ട്. ഉത്തമനോട് സംസാരിച്ചതിന് ശേഷം ഉപദേശം തന്നാലും മതി. നമസ്കാരം സാർ. നമസ്കാരം സാറെ, പൗലോസേട്ട പറഞ്ഞിട്ടാണ് ഞാൻ വന്നതേ. ആധാരപ്രകാരം പൗലോസേട്ടന് ഒരു 32 സെന്റ് സ്ഥലം ഉണ്ട്. പക്ഷെ ഇന്നലെ നമ്മുടെ ശശാങ്ക സാറിനെ വിളിച്ച് സ്ഥലം അളന്നപ്പോഴേ 30 സെന്റേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ശശാങ്ക സാറ് അളന്നതിന്റെ കുഴപ്പമാണെന്നാണ് പൗലോസേട്ട പറയുന്നത്. സാറ് ഒന്ന് വന്ന് അളക്കുകയാണെന്നുണ്ടെങ്കിൽ പൗലോസേട്ടന് വിശ്വാസമായേനെ. ഇന്നോ? സമയമില്ല. അയ്യോ, നാളെയോ മറ്റന്നാളോ നോക്കാം എന്ന് പൗലോസേട്ടനോട് പറഞ്ഞേക്ക്. അല്ല സാറേ, അതിലൊരു പ്രശ്നമുണ്ടേ. ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാ ഞാനൊരു പ്രശ്നം ആലോചിച്ചതേ. ഈ മിക്സിയിൽ അരയ്ക്കുന്നതാണോ കല്ലിൽ അരയ്ക്കുന്നതാണോ മോഹനേട്ട കൂടുതൽ നല്ലത്? അല്ല, എന്നെ പോലുള്ളവർ വെറുതെ തേങ്ങ അരയ്ക്കാൻ പഠിച്ചു എന്നുള്ളതല്ലാതെ അതിന്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും പഠിച്ചിട്ടില്ലല്ലോ. മോഹനേട്ടനാണെങ്കിൽ കെമിസ്ട്രി ഡിഗ്രി എടുത്തയാള്. മിക്സിയിൽ അരയ്ക്കുന്നതിന്റെയും കല്ലിൽ അരയ്ക്കുന്നതിന്റെയും ഒക്കെ രസതന്ത്രപരമായ വ്യത്യാസങ്ങൾ മോഹനേട്ടൻ അറിയായിരിക്കുമല്ലോ. അയ്യോ, ഉത്തമ ഇവിടെ ഉണ്ടായിരുന്നോ? നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? നമസ്കാരം. വിശേഷമൊന്നുമില്ല, ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നു. ശരി. മോഹനേട്ടാ, അപ്പൊ എങ്ങനെയാ വേണ്ടത്? കല്ലിലരിക്കണോ മിക്സിയിലരിക്കണോ?
മിക്സിയിൽ അരയ്ക്കാം അല്ലേ? അയ്യോ, ഇതെന്താ സാറേ ഇങ്ങനെ പതിവില്ലാതെ? വക്കീൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്ന് ചോദിച്ചു കേട്ടിട്ടില്ലല്ലോ. വന്ന കാര്യത്തിന്റെ ബാക്കി പറയൂ. അങ്ങനെ സാറേ, പിന്നെ പ്രശ്നം എന്തെന്ന് വെച്ചാലേ പൗലോസ് ഏട്ടന് നാളെ രാവിലെ എറണാകുളം വരെ ഒന്ന് പോണം. വരുമ്പോ രാത്രിയാവും. അതുകൊണ്ട് നാളെ സ്ഥലം അളക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ പിന്നെ ഇനി ശരി, മറ്റന്നാ. അളക്കാൻ ഒരു ദിവസം വൈകുന്നുണ്ട്. ഭൂമി അവിടെ നിന്ന് ഓടി പോകുന്നില്ലല്ലോ. ഒരു സംശയം കൂടിയേ. രണ്ടൊന്ന് ഷർട്ട് കഴുകി ഉണങ്ങാനിടാനുണ്ടേ. ഞാൻ കോടതി പോകുന്നതിന് മുന്നേ ഉണങ്ങി കിട്ടണമെങ്കിൽ കിഴക്ക് വശത്ത് അയ്യയിലിടണോ പടിഞ്ഞാറ് വശത്ത് അയ്യയിലിടണോ? അല്ല, ഈ സൂര്യപ്രകാശത്തിന്റെ ചൂട് ഈ സമയത്ത് കിഴക്ക് വശത്തായിരിക്കോ പടിഞ്ഞാറ് വശത്തായിരിക്കോ കൂടുതല്? ഞാൻ ഈ കെമിസ്ട്രി പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാ. നടക്കാൻ പറ. ഉത്തമനോട്. എന്നോടാ? എന്ത് സാറേ? വരൂ. എന്താ സാർ സംഭവം? എന്തോ ഉണ്ടല്ലോ. വക്കീൽ ഇമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാണും. ഉത്തമൻ ഇപ്പൊ വന്നത് ഞാനും ഭാമയും തമ്മിലുള്ള പ്രശ്നം തീർക്കാനാണോ പൗലോസേട്ടന്റെ കാര്യം പറയാനാണോ? പൗലോസേട്ടന്റെ കാര്യം പറയാനാണ് വന്നത്. അപ്പൊ സാറേ, നമ്മൾ അവിടെ പറഞ്ഞു നിർത്തിയതേ നാളെ രാവിലെ പൗലോസേട്ടൻ എറണാകുളത്ത് പോയിട്ട് നാളെ രാത്രിയിൽ തിരിച്ചെത്തും. അപ്പൊ നാളെ സ്ഥലം അളക്കൽ നടക്കൂല. അപ്പൊ മറ്റന്നാളാക്കാം. ഓ സാറേ, അവിടെ ഉണ്ട് ഒരു പ്രശ്നം. മറ്റന്നാൾ രാവിലെ പൗലോസേട്ടന്റെ അമ്മായിയപ്പന്റെ അനിയനൊരു ഓപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ട് രാവിലെ അളക്കാൻ പറ്റൂല. ശരി, അപ്പൊ മറ്റന്നാൾ വൈകുന്നേരം ആവട്ടെ. ഓഫീസിൽ നിന്ന് കൃത്യം 5 മണിക്ക് ഞാൻ ഇറങ്ങിയാൽ 5:15 പൗലോസേട്ടനെ വിട്ടു. അതുപോലെ അത് മതി. ഉച്ചയൂണിന്റെ കൂടെ പപ്പടം വെക്കണോ? പപ്പടം അല്ല, പപ്പടം കഴിച്ചാൽ പ്രഷർ കൂടുമെന്ന് മോഹനയുടെ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞിരുന്നേ. ഇനിയിപ്പോ മോഹനയുടെ അനുവാദമില്ലാത്ത പപ്പടം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നാവില്ലേ? ഞാനും ഉത്തമനും ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുകയാണ്. ഉച്ചയൂണും പ്രധാനമാണല്ലോ. എന്താ മോഹനയുടെ വേണ്ടത്? ഒരു പ്ലാസ്റ്റിക് കൂട്ടിലാക്കി പപ്പടം വെക്കട്ടെ? അയ്യോ, ഈ പ്ലാസ്റ്റിക് ഒരു പ്രശ്നമാണല്ലോ അല്ലേ? അപ്പൊ ഞാൻ ഇനി എന്താ മോനട്ടെ വേണ്ടേ? ഓക്കെ, അങ്ങനെയാണ് പിന്നെ കുഴപ്പമൊന്നുമില്ല. ശരി കേട്ടോ. സാറേ, അപ്പൊ മറ്റന്നാ വൈകുന്നേരം അളക്കാന്ന് ഞാൻ പൗലോസേട്ടൻ്റെ അടുത്ത് പറയാം. പിന്നെ മറ്റന്നാ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സാറിന്റെ അടുത്ത് വിളിച്ച് പറയാം. ശരി സാറേ. മോഹനേട്ടാ, വേറൊരു കാര്യം കൂടി. എന്താണ് വക്കീലെ സംഭവം? ഭർത്താവിനോട് ചോദിച്ചിട്ട് മാത്രം ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന ഉത്തമ ഭാര്യ ആയിക്കൊണ്ടിരിക്കുക ഉത്തമ ഞാൻ. അതുകൊണ്ടാ. ഓ അപ്പൊ ശരി. ശരി, നടക്കട്ടെ. അയ്യോ കഷ്ടം. നമസ്കാരം. സുഖമല്ലേ സാറേ? എന്താ പേര്? അത് പിന്നെ എന്താ ചോദിച്ചേ? സുഖമല്ലേ? സാറേ, ഞാൻ സാറിനെ കാണാൻ വേണ്ടി പറന്നു വരുമായിരുന്നു. ഈ ബൈക്കിന് ചിറകുണ്ടോ? ഇല്ല സാർ. പിന്നെ എങ്ങനെയാണ് വിജയം പറന്നു വന്നത്? അല്ല, നല്ല സ്പീഡിൽ വരികയായിരുന്നു ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് സ്പീഡിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. എന്താ പ്രശ്നം? വക്കീലിന്റെ ഫോണിൽ വിളിച്ചിരുന്നു. സാറിനോട് എന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. സാറിന് മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് എന്നോട് ഈ ഫോണൊന്ന് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. വക്കീലിന്റെ നമ്പറിൽ വിളിച്ചിട്ടുണ്ട്. ഹലോ. മോഹനേട്ടാ, ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഞാന് 10:30 കോടതിയിലേക്ക് പോവും. ഇന്ന് സാരി ഉടുക്കണോ ചുരിദാർ ഇടണോന്ന് മോഹനോട് ചോദിക്കാനായിട്ട് ഞാൻ വിളിച്ചതാ. എന്താ വേണ്ട മോഹനേട്ടാ? സാരിയോ ചുരിദാറോ? ഇതാണോ അത്യാവശ്യം? ഇത് അത്യാവശ്യമല്ലേ? മോഹനേട്ട എന്ത് വർത്താനായി പറയുന്നത്?
വസ്ത്രം എന്നത് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളിൽപ്പെട്ട ഒന്നാ. മോനട്ടാ, സാരിയോ ചുരിദാറോ പറ. എനിക്ക് ഇഷ്ടമുള്ള ചെയ്യ്. പിടിക്ക്. സാർ എന്താ സാറേ പ്രശ്നം? പ്രശ്നം ഞാൻ തീർത്തരാം. എന്തെങ്കിലും ആവശ്യത്തിന് വിജയൻ വില്ലേജ് ഓഫീസിലേക്ക് കെട്ടിയെടുക്കുമല്ലോ. ഹലോ, അതെ. നമസ്കാരം സാർ, സ്വയംപ്രഭയാണ്. ഇല്ല, മോനേഷ് സാർ എത്തിയിട്ടില്ല. വരാൻ സമയമാവുന്നേ ഉള്ളൂ. ഞാൻ പറയാം സാർ. ശരി സാർ. ഡെപ്യൂട്ടി തഹസിൽദാർ സുന്ദരേശ് സാറാ. മോഹനേഷ് സാർ വരുമ്പോ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഇന്ന് മോനേഷ് സാർ താലൂക്ക് ഓഫീസിൽ പോകുന്നുണ്ടെന്നാണല്ലോ പറഞ്ഞത്. പിന്നെന്തായിരിക്കും? ചെല്ലുമ്പോ വല്ല ഫയലും എടുക്കണോന്ന് പറയാനാവും. നമസ്കാരം സാർ. നമസ്കാരം. താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോകുന്ന ഫയലൊക്കെ ശരിയാക്കി കാഞ്ചനെ. ഓ സാർ. സാർ, ഡെപ്യൂട്ടി തഹസിൽദാർ സുന്ദരേശ സാർ വിളിച്ചിരുന്നു. സാറ് വരുമ്പോ ഒന്ന് തിരിച്ചു വിളിക്കണോന്ന് പറഞ്ഞു. ഹലോ മോഹനട്ട, ഞാനാ. ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ. മോഹനട്ടും പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ സാരി തന്നെ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴാ മോഹനട്ട പുതിയൊരു പ്രശ്നം ഉണ്ടായത്. വെളുത്ത സാരി എടുക്കണോ കളർ സാരി എടുക്കണോ? അല്ല, ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വെളുത്ത സാരി ഉടുക്കുന്നതാണ് നല്ലതെന്ന് വിദ്യാലക്ഷ്മി പറഞ്ഞിരുന്നു. പക്ഷെ അവക്ക് വലിയ വിവരമൊന്നുമില്ലല്ലോ. ഇക്കാര്യത്തിലൊക്കെ മോഹനട്ടന്റെ അഭിപ്രായമല്ലേ അഭിപ്രായം? പറ, ഏത് സാരി ഉടുക്കണ്ടേ? ഇനിയും എന്തെങ്കിലും ചോദ്യം ചോദിച്ചു വന്നാൽ നീ വിവരം അറിയും. അഹങ്കാരി. അതാരായിരുന്നു സാർ? ശിശുപാലൻ ജോലി. അപ്പൊ ഡെപ്യൂട്ടി തഹസിൽദാർ അല്ല വിളിച്ചത്? ആയിരിക്കില്ല. ഡെപ്യൂട്ടി തഹസിൽദാരോട് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ? മോനേഷ് സാർ ഫോൺ എടുക്കുന്നില്ലല്ലോ ശിശുപാലൻ ചേട്ടാ. സാറെന്തെങ്കിലും തിരക്കിലായിരിക്കുന്നു. പ്രൊഫസർ അതങ്ങ് എടുക്ക്. എടുക്കരുത്. ഇനി ഞാൻ പറയുന്നത് വരെ ഇങ്ങോട്ട് വരുന്ന ഒരു ഒറ്റ ഫോൺ എടുക്കരുത്. അതെന്താ സാർ? ഞാൻ പറഞ്ഞ അനുസരിച്ചാ മതി. എന്തോ കാര്യമായിട്ടുണ്ടല്ലോ കാഞ്ചന സാറേ. എന്തായിരിക്കും അത്? ഓക്കെ, വെച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് ചെല്ലട്ടെ. സാർ, സുന്ദരേശ സാർ ഫോണിലുണ്ട്. സ്വയംവരോടെ ഫോണില്? ലാൻഡ് ഫോണിൽ വിളിച്ചത് സുന്ദരേശ സാറായിരുന്നു. എടുക്കാത്തോണ്ട് എന്റെ ഫോണിൽ വിളിച്ചത്. ദാ. ഹലോ, അതെ, ഞാൻ മോഹനേഷനാ സാർ. അല്ല, അതിന് സാറാണ് ഞാൻ അറിഞ്ഞില്ലായിരുന്നു സാർ. എടുക്കണ്ടെന്ന് അവരോട് പറഞ്ഞെന്നുള്ള നേരാ. പക്ഷെ അത് വേറെ കൊണ്ടല്ല, ഒരു ഭയങ്കര കുരിശാനെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ശരി സാർ, ക്ഷമിക്കണം സാർ, ഞാൻ വരുന്നുണ്ട്. ഓ ശരി. ഓക്കെ, വെച്ചിട്ടുണ്ട്. എല്ലാറ്റും നമ്മളാ കാരണം. ആരാ സാർ? അതിനെ സ്വയം പറയുന്നേ? പോയല്ലേ നോക്ക് സാറിന്റെ ഫോൺ. ഫോൺ ഏത്? ആ, വെറുതെ വിട്ടാ പറ്റില്ല.
എന്താ ഒരു വഴി? ഹലോ. ആ വക്കീലെ, ഞാനാണേ ഉത്തമായി. ആ എന്താ ഉത്തമ? ഒരു ഉഗ്ര കോള് വന്ന് ചാടിയിട്ടുണ്ട്. വക്കീലിന്റെ ഭാഗ്യം ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഉത്തമ കാര്യം പറ. നമ്മുടെ വേണുഗോപാൽ സാറില്ലേ, ഇലക്ട്രിസിറ്റി ബോർഡിലെ, പുള്ളിക്കാരനൊരു കേസാ ഹൈക്കോടതിയിലാ. നല്ലൊരു വക്കീല് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വക്കീലിന്റെ പേര് പറഞ്ഞു. വേണുഗോപാൽ സാറിന് വക്കീലിനെ അറിയാം. ഈ കേസ് വക്കീൽ ഏറ്റെടുത്ത പിന്നെ വച്ചടി കയറ്റമായിരിക്കും. പിന്നെ വക്കീലെ, ഹൈക്കോടതിയിൽ ഇങ്ങനൊരു കേസ് കിട്ടുകയെന്ന് വെച്ചാ ചെറിയ കാര്യമാണോ? ഈ കേസ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ചെറിയ കേസുകളൊന്നും വക്കീലിന് വേണ്ടി വരൂല. സംഗതി കൊള്ളാം, പക്ഷേ ഒരു പക്ഷേ ഇല്ല. ഇനിയുള്ള കാല ഹൈക്കോടതിയിലൊക്കെ കേസ് വാദിക്കും വക്കീലേ. ചോദിക്കുന്ന കാശും കിട്ടും, പേരും പ്രശസ്തിയും വേറെ. വക്കീല് സമ്മതിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. നാളെ തന്നെ വക്കാലത്തൊപ്പിടാം. ഈ ഹൈക്കോടതി കേസ് കിട്ടണമെന്നും അത് വാദിച്ച് വലിയ ആളാവണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ഉത്തമ. പക്ഷെ കുറച്ച് ദിവസത്തേക്കാണെങ്കിലും ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വരില്ലേ? അത് മോഹനേട്ടന് പ്രയാസാവും. അല്ല പക്ഷെ വക്കീലേ, ഉത്തമ, ഞാനും മോഹനേട്ടനോട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും വഴക്കുണ്ടാക്കുമെന്നുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും തോപ്പിക്കാൻ നോക്കുന്നുള്ളതൊക്കെ നേര് തന്നെയാണ്. പക്ഷേ ഒരു ദിവസം മോഹനേട്ടനെ പിരിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രാന്തായി പോകും. എന്തായാലും മോഹനേട്ടൻ ഓഫീസിൽ നിന്ന് വരട്ടെ. മോഹനേട്ടനോട് ചോദിച്ചിട്ട് ഞാനൊരു തീരുമാനം പറയാം. ഇതുപോലുള്ള കാര്യങ്ങളിൽ മോഹനേട്ടൻ അഭിപ്രായമല്ലേ എന്റെ അഭിപ്രായം. ശരി ഉത്തമ. ഉത്തമനായിരുന്നേ, ഒരു കേസിന്റെ കാര്യം പറയാനായിട്ട് വിളിച്ചതാ. അങ്ങനൊരു കേസില്ല. അല്ല ഉത്തമൻ, ഞാൻ പറഞ്ഞിട്ടാ ഉത്തമൻ വിളിച്ചത്. രാവിലെ മുതൽ ഓരോ കാര്യത്തിലും എന്റെ അനുവാദം ചോദിച്ച് നീ എന്നെ കളിയാക്കില്ലേ? ഇങ്ങനൊരു കേസിന്റെ കാര്യം വരുമ്പോ നീ ചാടിക്കേറി, അപ്പൊ ചാടി കൊണ്ട് നിന്നെ പിടിക്കാമല്ലോ. എന്താ നീ ഇപ്പൊ അഭിപ്രായം ചോദിക്കാത്തത് എന്ന് ചോദിക്കാമല്ലോ. മോഹനേട്ടൻ ഒരു ഭയങ്കര ബുദ്ധിമാനാണല്ലോ. അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ലല്ലോ. ചുമ്മാ മഴക്കിന് വരാറുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുമ്പോ ഞാൻ മോഹനോട് ചോദിക്കാതിരിക്കുമോ? അതല്ലേ നമ്മൾ തമ്മിലുള്ളൊരു ഇരിപ്പുവശം. നീ ഒരു ചായ എടുക്ക. മോഹനേട്ടാ, ഈ ചായ ഉണ്ടാക്കുമ്പോ പാല് തിളപ്പിച്ചിട്ട് ചായപ്പൊടി ഇടുന്നാണോ ചായപ്പൊടി ഇട്ടിട്ട് തിളപ്പിക്കുന്നതാണോ നല്ലത്? വേണ്ടേ? ഭർത്താവിന്റെ ഏകാധിപത്യത്തെ അനുസരണയിലൂടെ നേരിടുക എന്ന സത്യഭാമയുടെ തന്ത്രം വിജയിച്ചു എന്നതാണ് സത്യം. ധിക്കരിച്ച് തോൽപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അനുസരിച്ച് തോൽപ്പിക്കാൻ എന്ന പാഠം പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ട് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.